ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള പൈനാപ്പിൾ പുഡിംഗ് ആണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് തന്നെയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഫസ്റ്റ് നമുക്ക് പൈനാപ്പിൾ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ടിന്നിൽ വരുന്ന പൈനാപ്പിളാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ എടുക്കാം. അപ്പോൾ ഇത് 2 കപ്പ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സോസ് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. ടിന്നിൽ വരുന്ന പൈനാപ്പിൾ ആയതുകൊണ്ട് ഓൾറെഡി ഇതിൽ മധുരം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഷുഗറേ ചേർക്കണുള്ളൂ. അപ്പോൾ ഫ്രഷ് പൈനാപ്പിൾ ആണെങ്കിൽ നിങ്ങൾ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടിന്നിൽ വരുന്ന പൈനാപ്പിൾ ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് നമ്മൾ പുഡിങ്ങിൽ ചേർക്കുമ്പോഴാണ് പൈനാപ്പിളിന് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഷുഗറൊക്കെ മെൽറ്റായിട്ട് അതിൽ കിടന്ന് പൈനാപ്പിൾ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് ഞാനൊരു കളറിന് വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ടിന്നിൽ വരുന്ന പൈനാപ്പിൾ ആയതുകൊണ്ട് കളർ കുറവായിരുന്നു. അപ്പോൾ അതിനുകൊണ്ടാണ് ഞാനിത് ചേർത്തത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് സോസ് പാനിലോട്ട് 2.5 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഈ പാല് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കി വെക്കാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഈ പാത്രത്തിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ദട മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചത് നല്ലോണം ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഷുഗർ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ട് കസ്റ്റാർഡ് പൗഡർ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പാലിലോട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് കൈയെടുക്കാതെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക. വേഗം തന്നെ കുറുകി നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ കസ്റ്റാർഡിൻ്റെ കൂട്ട് കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട്. അധികം തിക്കാക്കി എടുക്കുമ്പോൾ നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ഓഫാക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് ചൂടോടെ തന്നെ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. കസ്റ്റാർഡിൻ്റെ കൂട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പാട കെട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിങ്ങനെ പുഡിങ് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു ട്രേ എടുക്കുക. പുഡിങ് ട്രേയിലോട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള കസ്റ്റാർഡ് കുറച്ചൊന്ന് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഫസ്റ്റ് ലെയർ. അപ്പോൾ കസ്റ്റാർഡ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ട്രേക്ക് അനുസരിച്ചുള്ള ബ്രെഡ് എടുക്കുക. ഇപ്പോൾ ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആവശ്യത്തിന് കസ്റ്റാർഡിൻ്റെ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം ഒഴിച്ചു കൊടുക്കണം, നമ്മൾ ബ്രെഡ് നല്ല സോക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം സ്പൂൺ കൊണ്ട് എല്ലായിടത്തുനിന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത ലെയറായിട്ട് ഞാൻ ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ മേരി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബിസ്ക്കറ്റ് വെക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് നമ്മളെ പുഡിങ്ങിന്. അപ്പോൾ എല്ലായിടത്തും നല്ല കറക്റ്റ് ഫില്ല് ചെയ്തിട്ട് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വേവിച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ പീസസ് കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും പിസ്ത എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബാക്കിയുള്ള കസ്റ്റാർഡിൻ്റെ കൂട്ട് ഫുള്ളും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പൈനാപ്പിളിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ എടുത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് പൗഡറാണ് എടുത്തത്. ഇതൊരു ബൗളിലോട്ട് ചേർത്തതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ക്രീം വിപ്പായി വരുന്ന സമയത്ത് ഹൈ സ്പീഡിലിട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ സോഫ്റ്റ് പിക്സ് ആയാൽ മതി, സ്റ്റിഫായിട്ടുള്ള പിക്സ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിൽ ഓൾറെഡി ഷുഗർ ഉള്ളതുകൊണ്ട് ഇതിൽ ഷുഗർ ചേർത്തിട്ടില്ല. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ പീസസും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് നമുക്ക് ക്രീമിലോട്ട് ചേർക്കുമ്പോൾ നമ്മൾ പൈനാപ്പിളിന് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മൾ ക്രീമിന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഓവറായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കരുത്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ക്രീം നമ്മൾ കസ്റ്റാർഡിൻ്റെ മുകളിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നല്ലോണം ലെവൽ ചെയ്തിട്ട് എടുക്കുക.
ഇപ്പോൾ കംപ്ലീറ്റ് ക്രീമും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൈനാപ്പിളിൻ്റെ പീസസ് വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പോമഗ്രാനൈറ്റും കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഇതിന് മുകളിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ച് സെറ്റാക്കിയിട്ടെടുക്കണം. അപ്പോൾ 8 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ പുഡിങ്ങിന്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ് തന്നെയാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് പുഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇപ്പോൾ എന്ന് പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.